ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 50,73,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 2,09,00,000 കവിഞ്ഞു. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച. ദ്വിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാടിന്റെ വടക്കൻ മേഖലയിലേക്ക് നീങ്ങുന്നതായി മുന്നറിയിപ്പ്. കടലൂരിലും നാഗപട്ടണത്തും ചുവപ്പ് ജാഗ്രത. സ്ഥിതിഗതികൾ വിലയിരുത്തി ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടിയുടെ 128ാം പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത്ത് കേൾക്കാം. AIR ന്യൂസ്, PMO, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തുടങ്ങിയവയുടെ യൂട്യൂബ് ചാനലുകളിൽ പരിപാടി ലൈവ് സ്ട്രീം ചെയ്യും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇരുസഭകളിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സർക്കാർ സഹകരണം തേടും. നാളെ മുതൽ ഡിസംബർ 19 വരെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഹരിയാന സന്ദർശിക്കും. കുരുക്ഷേത്ര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 20ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തോടനുബന്ധിച്ച് കുരുക്ഷേത്രയിൽ നടക്കുന്ന അഖില ഭാരതീയ ദേവസ്ഥാനം സമ്മേളനത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഇതുവരെ 50,73,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതുവരെ 40 കോടിയോളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടം ഈ മാസം 4-നാണ് ആരംഭിച്ചത്. അടുത്ത വർഷം ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ അവസാനിക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,09,85,000 കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. SIR പുരോഗതി വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നലെ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. 2002-ലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവർക്കായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ പരിശോധനയും ഹിയറിംഗും നടത്തുമെന്നും ശ്രീ കേൽക്കർ വ്യക്തമാക്കി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ നാശം വിതച്ച ദ്വിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാടിന്റെ വടക്കൻ മേഖലയിലേക്ക് നീങ്ങുന്നതായി മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള വടക്കൻ ശ്രീലങ്ക തമിഴ്നാട് തീരങ്ങളിലും മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിലാണ് ദിത്വ വീശിയടിച്ചത്. ചുഴലിക്കാറ്റ് ഇന്ന് രാവിലെയോടെ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് തീരങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നീങ്ങുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കടലൂർ, നാഗപട്ടണം എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ചെന്നൈ, കാഞ്ചീപുരം എന്നിവയുൾപ്പെടെ 12 തീരദേശ ജില്ലകളിലും തീരദേശ ആന്ധ്രാപ്രദേശ്, യാനം, റായലസീമ എന്നിവിടങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തമിഴ്നാട്, പുതുച്ചേരി, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചുഴലിക്കാറ്റ് നേരിടാനുള്ള തയ്യാറെടുപ്പ് അവലോകനം ചെയ്തു. തമിഴ്നാട് തീരത്ത് നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകളും 1 വിമാനവും വിന്യസിച്ചു. ചെറിയ കപ്പലുകൾ തുറമുഖത്തേക്ക് മടങ്ങാനും നിർദ്ദേശമുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ദുരന്ത നിവാരണ സേനയുടെ 14 സംഘങ്ങൾ സജ്ജരായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തമിഴ്നാട്ടിൽ ദ്വിത്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സർവീസുകളിൽ തടസ്സം നേരിടാതിരിക്കാനും യാത്രക്കാർക്കും തീരദേശവാസികൾക്കും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള നടപടികൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറോട് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി.
ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കൻ വിമാനത്താവളത്തിൽ കുടുങ്ങിയ മലയാളികളെ തിരികെ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. 250 ഇന്ത്യൻ യാത്രക്കാരാണ് 3 ദിവസമായി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സൌകര്യങ്ങളും ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. സമൂഹമാധ്യമത്തിൽ റീൽ നിർമ്മിക്കുന്നവർക്കായി 5 ഇന്ത്യൻ ഭാഷകൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് മെറ്റ. മുംബൈയിൽ നടന്ന ഹൌസ് ഓഫ് ഇൻസ്റ്റഗ്രാം പരിപാടിയിലാണ് ഈ നിർദ്ദേശം ഉയർന്നത്. മറാഠി, ബംഗാളി, തെലുങ്ക്, കന്നഡ, തമിഴ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. AI അധിഷ്ഠിത ഓട്ടോമാറ്റിക് ഡബ്ബിംഗ്, ലിപ് സിങ്കിംഗ് സാങ്കേതികവിദ്യയുടെ പിന്തുണയോടെയാണ് പുതിയ മാറ്റങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുധനാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കും. അന്ന് രാജ്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി പിറ്റേ ദിവസം ഡൽഹിക്ക് മടങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിമാരുടെ സമ്മേളനം ഇന്ന് സമാപിക്കും. വികസിത ഭാരതത്തിലെ സുരക്ഷാ എന്ന പ്രമേയത്തിൽ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. ഇന്നലെ രാത്രി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദ ബാധിതയായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം മറ്റന്നാൾ നടക്കും. കാനത്തിൽ ജമീലയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഏകതാ പദയാത്രയിൽ കേന്ദ്രമന്ത്രി JP നഡ്ഡ പങ്കെടുത്തു. വഡോദരയിൽ സർദാർ ഗാഥ പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. രാജ്യത്തെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിൽ സർദാർ പട്ടേൽ നിർണായക പങ്ക് വഹിച്ചതായി ശ്രീ നഡ്ഡ പറഞ്ഞു. हमारे पुरातन देश की जो कल्पना थी उसको कार्यरूप करने का काम अगर किसी ने किया 2 साल के अंदर तो वो सरदार वल्लभ भाई पटेल ने किया. ये हमको ध्यान में रखना है. ये आज जो एक भारत का नक्शा हम देख रहे हैं, यह करने का काम सरदार वल्लभ भाई पटेल जी ने किया था. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 റാഞ്ചിയിൽ ആരംഭിക്കും. ഇന്ത്യയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയിരുന്നു. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് മലപ്പുറം FC തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. വിജയിച്ചാൽ മലപ്പുറം FCക്ക് സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കാം. FIH പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ 2ാം ജയം. ചെന്നൈയിൽ ഇന്നലെ രാത്രി നടന്ന പൂൾ B മത്സരത്തിൽ ഇന്ത്യ ഒമാനെ പരാജയപ്പെടുത്തി. 2 മത്സരങ്ങളിൽ നിന്ന് 24 ഗോളുകൾ നേടിയ ഇന്ത്യ പൂൾ Bയിൽ 1ാം സ്ഥാനത്താണ്. നാളെ നടക്കുന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനെതിരെ തോൽവി ഒഴിവാക്കിയാൽ ഇന്ത്യയ്ക്ക് അവസാന 8ൽ ഇടം പിടിക്കാനാകും. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ വിവിധ പദ്ധതികൾക്കായി $800 ദശലക്ഷം 3 വായ്പാ കരാറുകളിൽ കേന്ദ്ര സർക്കാരും ADBയും ഒപ്പുവച്ചു. ഇന്ത്യൻ സാമ്പത്തിക കാര്യവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സൌരഭ് സിംഗും ഇന്ത്യൻ റെസിഡന്റ് മിഷന്റെ കൺട്രി ഡയറക്ടർ മിയോ ഒക്കയുമാണ് ഇന്നലെ ഈ കരാറുകളിൽ ഒപ്പുവെച്ചത്. ഇൻഡോറിലെ തിരക്കേറിയ പ്രദേശങ്ങളെ വിമാനത്താവളങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 7 സ്റ്റേഷനുകളുള്ള ഭൂഗർഭ മെട്രോ പാതയുടെ നിർമ്മാണത്തിനും കരാറിലൂടെ ധനസഹായം ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 50,73,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 2,09,00,000 കവിഞ്ഞു. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച. ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാടിന്റെ വടക്കൻ മേഖലയിലേക്ക് നീങ്ങുന്നതായി മുന്നറിയിപ്പ്. കടലൂരിലും നാഗപട്ടണത്തും ചുവപ്പ് ജാഗ്രത. സ്ഥിതിഗതികൾ വിലയിരുത്തി ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.